ഈ ഒരു ഇൻവിസിബിൾ മാല ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ഗിയർ വയർ ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നെക്കിൻ്റെ എത്ര ഇറക്കത്തിലാണോ നമുക്ക് മാല വേണ്ടത് അതിനനുസരിച്ചിട്ട് 2 ഗിയർ വയറുകൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ വെക്കാനായിട്ട് ലോക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ പാലക്ക ലോക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ വൈറ്റ് ബീഡ്സ് ആണ്, നമ്മുടെ നോർമൽ വൈറ്റ് ബീഡ്സ്, പിന്നെ ചെറിയ ഗോൾഡൻ ബീഡ്സ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ബീഡ്സ്. പിന്നെ ഉള്ളത് നമ്മുടെ ഗിയർ ലോക്ക്. ആദ്യം നമ്മൾ ഈ ലോക്കറ്റിലൂടെ ഈ 2 ഗിയർ വയറും കടത്തി കൊടുക്കും. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഗിയർ വയർ ഇടാനുള്ള ഹോൾസ് കാണാം. അതിൽ കൂടെ 2 ഒരു താഴത്തെ ഹോൾസിലൂടെ ഒരു ഗിയർ വയർ നമുക്ക് ഇട്ട് കൊടുക്കാം. മുകളിലത്തെ ഹോൾസിലൂടെ അടുത്ത ഗിയർ വയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ 2 ഗിയർ വയറും ഒരുമിച്ച് വെച്ച് അതിനകത്തൂടെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഓരോ ഗിയർ വയറിനകത്തൂടെയും ഓരോ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ 2 ഗിയർ വയറും ഒരുമിച്ച് പിടിച്ച് അതിനകത്തൂടെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഗിയർ ലോക്ക് നമുക്ക് 2 എണ്ണം ഇട്ട് കൊടുക്കാം. 2 ഗിയർ ലോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് 2 ഗിയർ വയറും ഒരുമിച്ച് വെച്ച് ഗോൾഡൻ ബീഡ് ഇടുന്നു. അതിനുശേഷം രണ്ടിലും ഓരോന്നായിട്ട് വൈറ്റ് ബീഡ്സ് ഇടുന്നു. അതായത് ഒരു ഗിയർ വയറിൽ ഒരു വൈറ്റ് ബീഡ് ഇടുന്നു, താഴത്തതിൽ വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഇടുന്നു. അതിനുശേഷം വീണ്ടും രണ്ടിലും കൂടെ ഒരുമിച്ചിട്ട് ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വെക്കാനുള്ള പാലക്ക ലോക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പോലെ ബീഡ്സ് ഇപ്പുറത്തെ സൈഡിലേക്കും ഇട്ട് കൊടുക്കണം. ശേഷം 2 ഗിയർ ലോക്ക് ഇവിടെയും നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് മാല കൊളുത്താനുള്ള ആ ഒരു ഹുക്കും കൂടെ വെച്ചിട്ട് ഈ നമ്മളിവിടെ 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തല്ലോ, അതിലൊരെണ്ണം ഇവിടെ വെച്ച് ഇതേപോലെ സെക്യൂർ ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ബീഡ്സ് കഴിഞ്ഞ് ഇതിൻ്റെ എൻഡിലായിട്ട് 2 ഗിയർ ലോക്ക് ഇട്ടല്ലോ, അതിൽ ഒരെണ്ണം നമ്മൾ കുറച്ച് മുകളിലേക്കാക്കി വെക്കുന്നു. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് മടക്കുന്നു. ഇതിൻ്റെ ഒരു എൻഡ് താഴത്തോട്ടേക്ക് മടക്കുന്നു. മടക്കിയ ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ജമ്പിംഗ് റിങ് ഇട്ടിട്ടും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ജമ്പിംഗ് റിങ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഇതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഫിഷ് ഹുക്കോ ലോബസ്റ്റർ ഹുക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ജമ്പിംഗ് റിങ് വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തും ഇതേ ഓർഡറിൽ തന്നെ ബീഡ്സ് എല്ലാം കോർത്തെടുക്കണം. നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐപ്പിന്നാണിത്. ഈ ഐപ്പിന്നെ ഒന്ന് വളച്ചെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ലോക്ക് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് എൻ്റെ കയ്യിൽ ലോക്ക് എടുക്കാനില്ല, അതുകൊണ്ട് ഇത് വളച്ചെടുത്താണ് ഞാനിവിടെ ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഡ്സ് ഒക്കെ എവിടെയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെ ഈ ഒരു നമ്മൾ ഇട്ടിരിക്കുന്ന ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.